ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എന്താണ് ഫുള്ളം ചെൽസിയുടെ ക്ലോസ് നെയ്ബേഴ്സ് ആയിട്ടുള്ള ഫുള്ളം ചെൽസിയെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ 49 വർഷങ്ങൾക്ക് ശേഷം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെൽസിയുടെ മാച്ച് ഗോയിങ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, ലണ്ടനിലുള്ള ചെൽസി ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഗ്ലോബൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന തരത്തിലൊരു പരാജയമാണ്. കാരണം ചെൽസി ഫുള്ളമിനെതിരെ തോൽക്കാറില്ല. ഇത് ഒരു ലണ്ടൻ ഡാബിയാണ്. അതും സംഭവിച്ചിരിക്കുകയാണ്. കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ മാർക്കോ സിൽവയുടെ ഫുള്ളം ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചുള്ളത്. എൻസോ മാരസ്കയുടെ ടീമിനെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്നൊരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ്. ഡെത്ത് പഞ്ചിലൂടെയാണ് ഫുള്ളം മത്സരത്തിൽ വിജയിച്ച് കയറിയിട്ടുള്ളത്. ലേറ്റ് ആയിട്ടുള്ള കംബാക്ക് അവർ നടത്തുന്നു. ആഡ് ടൈമിലാണ് വിന്നിംഗ് ഗോൾ അടിച്ചുള്ളത്. ഗ്രേറ്റ്. അപ്പോൾ ഇത് ഈ മാർക്കോ സിൽവ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അജാതി പണിയാണ് അദ്ദേഹം പ്രീമിയർ ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗലിലൊക്കെ മാനേജ് ചെയ്തിട്ടുള്ളൊരു ചങ്ങായാണ്. പ്രീമിയർ ലീഗിലേക്ക് വന്നതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾ ഹൾ സിറ്റിയുടെ മാനേജറായിരുന്നു ആദ്യം. അവിടെ നല്ലൊരു പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അങ്ങനെ വാറ്റ്ഫോർഡിലേക്ക് പോകുന്നു. വാറ്റ്ഫോർഡിൽ നിന്ന് അദ്ദേഹം എവർട്ടണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എവർട്ടൺ ഒരു ബിഗ് സ്റ്റെപ്പ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ. പക്ഷേ എവർട്ടണിൽ അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആകാൻ സാധിച്ചില്ല. അവിടെ നിന്ന് സാക്ക് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ഈ ഫുള്ളം ജോലി ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ട്. ഞാനൊരു നല്ല മാനേജറാണ് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ തെളിയിക്കണം എന്നുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് സൗദിയിൽ നിന്നുള്ള ഓഫറും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെങ്ങായി എടുത്തില്ല. പകരം ഫുള്ളമിൽ തന്നെ തുടർന്നു. ഫുള്ളമിൽ ഇപ്പോൾ ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അൺബലീവബിൾ ജോബാണ്. സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ദാ ചെൽസിയെ 49 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെൽസിയുടെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എൻസോ മാരസ്കയുടെ മുമ്പിൽ കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെൽസിയുടെ ഈ സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിലുള്ള അംബീഷനെക്കുറിച്ച്, ടാർഗറ്റുകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചില വീഡിയോകളിലൊക്കെ. അതായത് ടോപ്പ് 4 പ്ലസ് ഒരു കോൺഫറൻസ് ലീഗ് വിക്ടറി, അതാണ് ചെൽസിയുടെ മിനിമം ഈ സീസണിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആസ് ലോങ് ആസ് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിൽ ബി എ ഗുഡ് സീസൺ അല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഒരു ഗ്രേറ്റ് സ്റ്റാർട്ട് നേടാൻ എൻസോ മാരസ്കയുടെ കീഴിൽ സാധിച്ചതോടുകൂടിയിട്ട് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഓരോ ചെൽസി ഫാൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ അറിയുന്നൊരു കാര്യമാണ്. ചെൽസി ഈ സീസണിൽ ടൈറ്റിൽ അടിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു സൈഡല്ല. ആ ടൈറ്റിൽ റേസിൽ പിന്നെ പോയിൻറ്റ്സ് വൈസ് ഉണ്ട്, ടേബിളിൽ 3ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ആ രീതിയിൽ ടൈറ്റിൽ റേസിൽ ഉണ്ട് എന്ന് പറയാമെങ്കിലും ഒരിക്കലും ഈ സൈഡിന് ആ ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ചെൽസി ഫാൻസിനൊക്കെ ഉണ്ട്. മീഡിയ ആയിരുന്നു ആ രീതിയിലുള്ള നരേറ്റീവ് ഉണ്ടാക്കുന്നതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു സംഭവമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശരിക്കും ഈ ചെൽസി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ഈ യങ് പ്ലെയേഴ്സ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഇൻഎക്സ്പീരിയൻസ് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചെൽസി സൈഡിൽ ഡിഫെൻസീവ്ലി ഭയങ്കര വീക്ക്നെസ്സും കാര്യങ്ങളുണ്ട്. ഈവൻ ആ ഒരു സെൻറ്റർ ഫോർവേഡ് ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട്. തുടക്കം മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടും എൻസോ മാരസ്ക എന്ന് പറയുന്ന കോച്ച്, അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ സീസണാണ്. അപ്പോൾ ആളും ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. ആളുടെ പിന്നെ ആ ഒരു സ്റ്റബൺ നേച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കുറച്ചായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെൽസി ഫുട്ബോൾ ക്ലബിനെ ബിഗ് ടൈറ്റിലേക്ക് നയിക്കാൻ പോകുന്ന തരത്തിലൊരു മാനേജറാണ് എൻസോ മാരസ്ക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഒരു തരത്തിലും പിന്നെ അതിലേക്കൊരു കൺക്ലൂഷനോ കാര്യങ്ങളോ പറയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എൻസോ മാരസ്കയ്ക്കും ഇതൊരു പുതിയ ടെറിട്ടറിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ ഒരു ടഫ് റൈഡായിരിക്കും ചെൽസി സംബന്ധിച്ചോളം സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ. കാരണം വെച്ചാൽ ടീമുകൾ ചെൽസിയുടെ ശൈലി മനസ്സിലാക്കി തുടങ്ങി. മാത്രമല്ല ചെൽസി ഈ ലോ ബ്ലോക്കുകൾക്കെതിരെ ഇത്തിരി ഇടങ്ങറാകുന്ന സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആ രീതിയിൽ ചെൽസി മത്സരങ്ങൾ വിജയിച്ച് കയറാറുണ്ട്. അതേപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് മാജിക്കും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പോൾ കോൾ പാമറൊക്കെ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ആ രീതിയിൽ മൊമെൻറ്റ് ഓഫ് ബ്രില്യൻസിൽ ചെൽസി ഇനിയും വിജയിച്ച് കയറുമായിരിക്കും. അപ്പോൾ എന്തായാലും സ്പേഴ്സിനെതിരെയുള്ള ആ ഒരു കംബാക്ക് വിജയം നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും ഞാൻ പറയുന്നില്ല. പകരം ആ മത്സരത്തിന് ശേഷം പറഞ്ഞുള്ള റിവ്യൂവിലുള്ള ആ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഫുള്ളമിനെതിരെയുള്ള മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചു വരും. അത്ര നല്ല രീതിയിലൊന്നല്ല ചെൽസി ഗെയിം സീ ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെൽസിയിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ബിഗ് ട്രോഫികൾ വിൻ ചെയ്യണമെങ്കിൽ ചെൽസി സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ ഇനിയും സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്, നമ്മളിവിടെ ചെൽസിയുടെ മെൻറ്റാലിറ്റി നല്ലതാണെന്ന് സംസാരിച്ചു. പക്ഷേ ശരിക്കും മെൻറ്റാലിറ്റി എപ്പോഴാണ് അളക്കപ്പെടുക? എക്സ്പെക്റ്റേഷൻസിൻ്റെ ആ ഒരു സംഭവം തലയിൽ വരുമ്പോഴാണ്, തോളിൽ വരുമ്പോഴാണ്. കാരണം ആ ഒരു ബിഗ് ടൈറ്റിൽ അടിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം അതാണ് പഴയ ചെൽസി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച് തന്നിട്ടുള്ള സംഭവങ്ങൾ. കാരണം ബിഗ് ടൈറ്റിലുകൾ എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ യങ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ, ശരിക്കുള്ള പ്രഷർ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് നമുക്കറിയില്ല. അപ്പോഴാണ് ശരിക്കുള്ള മെൻറ്റാലിറ്റി നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. എൻസോ മാരസ്ക എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചോളം
അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും എന്താണ് എൻസോ മരസ്ക എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ സോഫാർ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, സോഫാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. പക്ഷേ ചെൽസിയെ ആ ഒരു ലൈന് ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലൊരു മാനേജറാണോ ചെന്നൈ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. അതിനുള്ള മെൻറ്റാലിറ്റി ടീമിലുണ്ടോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. അപ്പോൾ അതാണ്, അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. പ്രോഗ്രസ് മുമ്പോട്ട് പോകട്ടെ. എന്തായാലും കാണാൻ രസമാണ്. ആഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഈ സീസണിൽ തന്നെ വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബാഡ് പാച്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഡിഫീറ്റ്സ് നേരിടേണ്ട സിറ്റുവേഷനും ചെൽസിയുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് ടീം റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അതും കാണാൻ വലിയ ആകാംക്ഷയുണ്ട്. അപ്പോൾ അതാണ് ഈ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്. ആദ്യം ചെൽസി ഗോൾ അടിക്കുന്നു, പക്ഷേ പിന്നെ ഫുള്ളം മത്സരത്തിൽ കംപ്ലീറ്റ് ആ ഒരു കൺട്രോൾ എടുക്കുന്ന സിറ്റുവേഷനും ഫിസിക്കലി ചെൽസിയെ ഡോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫിസിക്കലി ചെൽസി സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബദേശിയിലില്ല, ഫഫാനയ്ക്ക് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ ടോസിനും അതുപോലെ തന്നെ കോൾവിലുമാണ് സെൻറ്റർ ഹാഫ് പാർട്ട്നേഴ്സായിട്ട് കളിക്കുന്നതാണ്. ഗുസ്തോ റൈറ്റ് ബാക്കായിട്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കുരയ, മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ എൻസോ ഫെർണാണ്ടസ്, കായസൈഡോ, ലാവിയക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ലാവിയൊന്നും നമുക്ക് നമ്പാൻ പറ്റില്ല ഫിസിക്കലി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റീസ് ജെയിംസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്, കിട്ടിയാലായി, അത്രയേ ഉള്ളൂ, അവൈലബിൾ ആയാലായി, അത്രേ പറയാൻ പറ്റുള്ളൂ. ലാവിയൊക്കെ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, പക്ഷേ അവൈലബിൾ ആകണ്ടേ, അതല്ല ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സാൻചോ വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് വിങ്ങിൽ പെഡ്രോ നെറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ കോൾ പാമർ റോമിംഗ് 10 ആയിട്ട് കളിക്കുന്നു, നീക്കോ ജാക്സൺ സ്ട്രൈക്കറായിട്ട്. ഇതായിരുന്നു ചെൽസി ലൈനപ്പ് ഉണ്ടായിരുന്നത്. ഫുള്ളും സത്യം പറഞ്ഞാൽ ചെൽസിയെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻസോ മരസ്കയെ സർപ്രൈസ് ചെയ്തു ആ ഒരു ബാക്ക് 5 ഫോർമേഷൻ വെച്ചുകൊണ്ട്. അപ്പോൾ റോബിൻസൺ ഇൻക്രെഡിബിൾ ഫുൾ ബാക്കാണെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരന് കൂടുതൽ ലൈസൻസ് മുമ്പോട്ടേക്ക് പോകാൻ ഈ ഒരു സിസ്റ്റത്തിൽ സാധിക്കുന്നതായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് വിങ് ബാക്ക് റോളാണ് റോബിൻസൺ കളിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ റണ്ണിങ് കോൺസ്റ്റൻ്റായിട്ട് മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നു. കോൺസ്റ്റൻ്റായിട്ട് ചെൽസിക്ക് എടങ്ങർ സൃഷ്ടിക്കുന്നു. ആ രീതിയിൽ എന്താണ് പെഡ്രോ നെറ്റോയെ സംബന്ധിച്ചിടത്തോളം ഈ റോബിൻസനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള പണിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അറ്റാക്കിൽ കാര്യമായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആളുടെ കൂടെ തന്നെ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു, ഫുൾ ടൈം ഡിഫെൻഡ് ചെയ്യുമായിരുന്നു പെഡ്രോ നെറ്റോ എന്നുള്ള കാര്യം. പിന്നെ ഗുസ്തോ എന്താണ് ഈ പിന്നെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കുന്നുണ്ടായിരുന്ന ഇവോബിയെ മാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിലേക്കായിരുന്നു കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പോൾ റോബിൻസനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് നെറ്റോട്ടൊരു പണിയായിട്ട് മാറി മത്സരത്തിലുടനീളം. അദ്ദേഹം മോശമില്ലാത്ത രീതിയിൽ മത്സരത്തിലുടനീളം ആ രീതിയിൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇവൻച്വലി അവരുടെ ആ ഒരു ഈക്വലൈസർ ഗോളിൽ നെറ്റോ ബീറ്റ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, ഗോളിനെ കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യത്തിൽ. പിന്നെ ഈ കോൺസ്റ്റന്റ് റൊട്ടേഷനും കാര്യങ്ങളും. ഇപ്പോൾ പെരേരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ളമിന് വേണ്ടിയിട്ട്. പെരേര, ഇവോബി, റോബിൻസൺ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ലെഫ്റ്റ് സൈഡിലൂടെയാണ് കൂടുതലും ഫുള്ളം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഗുസ്തോ സംബന്ധിച്ചോളം ഡിഫെൻസീവ്ലി അദ്ദേഹം ഇപ്പോൾ വീക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. കുക്കുരയാണ് പിന്നെ മുമ്പോട്ട് കയറി കളിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൽ. ഇത് 3-1-6 ഫോർമേഷനിലേക്കാണ് മരസ്കയുടെ ടീം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കുരയെ മുമ്പോട്ട് കയറി കളിക്കുന്നു. ഗുസ്തോ വളരെ റെയറായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം അറ്റാക്കിങ് ഏരിയയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് അറിയുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിസിക്കാലിറ്റി ഫുള്ളമിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരേണ്ടതായിട്ടുള്ളത്. ഈ സീസണിൽ തുടക്കം മുതൽ ചെൽസിക്ക് ഇപ്പോൾ ഈ ഗ്രേറ്റ് സ്റ്റാർട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ എന്താണ്, കോൺഫറൻസ് ലീഗാണ് ചെൽസിക്ക് മിഡ് വീക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യാനുള്ള ആ ഒരു ലക്ഷറി എൻസോ മരസ്കയ്ക്ക് ഉണ്ടായിരുന്നു. പ്രീമിയർ ലീഗിൽ ഒരു സൈഡ്, കോൺഫറൻസ് ലീഗിൽ ഒരു സൈഡ്, അങ്ങനെ പ്രീമിയർ ലീഗ് മത്സരങ്ങളൊക്കെ ആയിട്ട് ഫ്രഷ് ആയിട്ട് ടീമിനെ നിലനിർത്താൻ സാധിക്കുന്നതായിരുന്നു. അപ്പോൾ കോൾ പാമർ രജിസ്റ്റർ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കോൺഫറൻസ് ലീഗിൻ്റെ പിന്നെ ഈ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ. അപ്പോൾ ഈ ഒരു ഡിസംബർ മാസമായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഫെസ്റ്റീവ് ഫിക്സ്റ്റേഴ്സാണ്. അപ്പോൾ അടിക്കടി പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ഡിസംബർ തുടക്കത്തിൽ തന്നെ ആ രീതിയിൽ അടുപ്പിച്ച് ഫിക്സ്റ്ററുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മിഡ് വീക്കിൽ വന്നിട്ടുണ്ടായിരുന്ന സൗത്താംപ്ടനെതിരെയുള്ള മത്സരമായിരുന്നു, റസൽ മാർട്ടിൻ്റെ ടീമിനെതിരെ. അപ്പോൾ അത് ചെൽസിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെയാണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ കളിക്കുന്നത്. അപ്പോൾ ഫറ്റീഗ് നമുക്കിപ്പോൾ കാണപ്പെടുന്നുണ്ട് അല്ലേ. അതായത് എവർട്ടനെതിരെ ഇടങ്ങറായി, അതിനുശേഷം മാർക്കോ സിൽവയുടെ ഫുള്ളമിനെതിരെ ഈ 2 മത്സരങ്ങളും ഇടങ്ങറാകുന്നു. ഫിസിക്കലി പിന്നെ ഡ്രെയിൻഡ് ആകുന്ന ചെൽസി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ബാക്കി ടോപ്പ് ടീമുകൾ ചാമ്പ്യൻസ് ലീഗോ യൂറോപ്പ ലീഗോ കാര്യങ്ങളൊക്കെ അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ മത്സരങ്ങൾക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. എൻസോ മരസ്കയ്ക്ക് ലക്ഷറി ഉണ്ടായിരുന്നു, കോൺഫറൻസ് ലീഗാണ് കളിക്കുന്നത് എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ബാക്ക് ടു ബാക്ക് ടഫ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വന്നിട്ടുള്ള സാഹചര്യത്തിൽ എന്ത് ഈ ടീമിനെ കൊണ്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ലാതെയാണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 3 പ്രീമിയർ ലീഗ് മത്സരങ്ങളായിട്ട് എൻസോ മരസ്ക ആകെ 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുള്ളൂ.
3 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ. അതിൽ 3 പിന്നെ എൻകൂക്കുവിനെ ജാക്സിന് പകരമായിട്ട് ലേറ്റായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. വേറെ ഒറ്റ സബ് മാത്രമേ ചങ്ങായി നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആ ഒരു സ്റ്റബൺ നേച്ചർ, അദ്ദേഹം പിന്നെ ആ മാറ്റത്തിന് ഒരുങ്ങുന്നില്ല. അദ്ദേഹം ചില ട്രസ്റ്റഡ് പ്ലേയേഴ്സിനായിട്ട് തന്നെ ആ ഫുൾ 90 മിനിറ്റ്സ് കളിക്കാം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഗെയിം സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ അദ്ദേഹം സബ്ബുകൾ ഇറക്കുന്നില്ല, ഫ്രഷനപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബെഞ്ചിലുള്ളവർ അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മധുകയുമായി ബന്ധപ്പെട്ട് വേറെ എന്തോ ഡിസിപ്ലിനും പരിപാടിയൊക്കെയാണ്. ഈവൻ റെനറ്റോ വേഗയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഡിസിപ്ലിനും പരിപാടിയാണെന്നുള്ള പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണെങ്കിൽ അത് കോച്ചിൻ്റെ ഡിസിഷൻ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം. പക്ഷേ ഈ മത്സരത്തിൽ മധുക്കെ യൂസ്ഫുൾ ആയി പോയേനെ. പിന്നെ ഫെലിക്സ് ഇപ്പോൾ എവർഷനെതിരെ ഒരു ഗോൾ ആവശ്യമുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നില്ല. ഈ മത്സരത്തിലും അദ്ദേഹത്തെ കൊണ്ടുവരുന്നില്ല. എന്തിനാണ് പിന്നെ ഫെലിക്സ്? എന്തിനായിരുന്നു ആ ഒരു സൈനിങ്? മാനേജർ ഒട്ടും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോൺഫറൻസ് ലീഗ് കളിക്കാൻ മാത്രമായിട്ടാണോ ഫെലിക്സ്? പിന്നെ മാർഗിയു കോൺഫറൻസ് ലീഗിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ് കോൺഫറൻസ് ലീഗും പ്രീമിയർ ലീഗും. പക്ഷേ ഒരു 10 മിനിറ്റ് ചെങ്ങനെ കളിപ്പിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ പ്രസ്സിങ്, ആ ഫിസിക്കാലിറ്റി ചിലപ്പോൾ ഫുള്ളമിനെതിരെയൊക്കെ യൂസ്ഫുൾ ആയി പോയേനെ. അത് ചെയ്യുന്നില്ല. എൻകൂക്കു അത്ര നല്ല പ്രഷറല്ല. എൻകൂക്കു യൂഷ്വലി ഒരു 9 അല്ല, ആളൊരു വേറെ സ്റ്റൈൽ ഫുട്ബോളറാണ്, നമുക്കറിയുന്നതാണ്. പക്ഷേ ചില സംബന്ധിച്ചോളം ആ ഒരു ഏരിയയിൽ പിന്നെ കാര്യമായിട്ടുള്ള ക്വാളിറ്റി ഇല്ല ആ ഒരു നമ്പർ 9. ആകെ ജാക്സനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തുടക്കം മുതൽ നമ്മൾ പറയുന്നത് അവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത്, ആ ഒരു ഏരിയയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. ചില സംബന്ധിച്ചോളം ഒരു എലീറ്റ് നമ്പർ 9 അഭാവമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ തുടക്കം മുതലേ പറയുന്ന സംഭവമാണ്. വീണ്ടും വീണ്ടും ഇനി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ രീതിയിൽ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരാനോ സബ്ബുകൾ ഇറക്കാനോ ടീം ഫ്രഷനപ്പ് ചെയ്യാനോ ചങ്ങായി തയ്യാറല്ലാതാണ്. അപ്പോൾ ഫെലിക്സിനെ കൊണ്ടുവന്നാൽ ടീമിൻ്റെ ബാലൻസിനെ ബാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം ഒരു വാദമായിട്ട് ഉന്നയിക്കുന്നത്. ഓക്കെ, പക്ഷേ സാൻചോ എന്ത് ചെയ്തു എന്നുള്ളതാണ്. 90 മിനിറ്റ്സ് കളിക്കാനായിട്ട് അദ്ദേഹം എന്താണ് ആ മത്സരത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്നുമില്ല. അതായത് പലപ്പോഴും അദ്ദേഹം സ്ലോ ഡൗൺ ചെയ്യുന്നതായിരുന്നു ഗെയിം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെറ്റോക്ക് ആ ഏരിയയിൽ പിന്നെ അറ്റാക്കിംഗ് വൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം ഡിഫെൻഡ് ചെയ്യായിരുന്നു ആ ചങ്ങായി. ഫാമർ സെക്കൻഡ് ഹാഫിൽ ഓഫായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ മൊമെൻറ്റ് ഓഫ് ബ്രില്യൻസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ രീതിയിൽ എൻസോ ഫെർണാണ്ടസ് ഓൺ ദ ബോൾ മികച്ചതാണ്. പക്ഷേ ഫിസിക്കാലിറ്റി അഗെയിൻ അദ്ദേഹം ഡ്യൂലൊക്കെ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കാലിറ്റിയിൽ ആകെ മാച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൈസേഡോ ആണ്. ഈ മത്സരത്തിൽ കൈസേഡോ ആണ് ഫിസിക്കാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഫുള്ളുമായിട്ട് ഇടിച്ചു നിൽക്കാൻ പിന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. പക്ഷേ കൈസേഡോയുടെ ടോപ്പ് ഗെയിമോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പിന്നെ ബോബി സാൻചസ് കുറേ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ചെൽസിയുടെ അംബീഷൻ ടൈറ്റിൽ അടിക്കുകയാണെങ്കിൽ ബോബി സാൻചസ് അല്ല ചെൽസിയുടെ കീപ്പറായിട്ട് ഉണ്ടാവേണ്ടത്. ഇതൊരു 9 പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡിഫീറ്റാണ്. അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മതി. എല്ലാ മത്സരങ്ങളും ചെൽസിക്ക് വിജയിക്കാൻ സാധിക്കില്ല. ആ രീതിയിലും കാണാം. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിച്ച് പോവുകയാണ്. ടോപ്പ് 3 ഈ സമയത്ത് ഇരിക്കുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റ്, ഫാന്റാസ്റ്റിക്. കാരണം ഈ സീസണിൽ ടോപ്പ് 4 ആണ് ബേസിക്കലി ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റൊരു സീസൺ കൂടി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാണ്ട് ചെൽസിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നിന്ന് ഇനി ടോപ്പ് 4 കിട്ടാതെ പോയി കഴിഞ്ഞാൽ അതൊരു മേജർ ഡിസാസ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതാണ് ഇനി ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ നമുക്ക് ഈ ടീമിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു സംഭവം, ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അതായത് എവർട്ടനെതിരെയുള്ള ആ മത്സരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഈ ടൈറ്റിൽ ചാലഞ്ചേഴ്സാണ്, ടൈറ്റിൽ റേസിൽ ചെൽസി ഉണ്ട് എന്നൊരു തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ മീഡിയ നടത്തുന്ന സാഹചര്യത്തിൽ കോച്ച് പറയുന്നുണ്ട് നമ്മൾ ടൈറ്റിൽ റേസിലില്ല, പ്ലേയേഴ്സ് പറയുന്നുണ്ട് ടൈറ്റിൽ റേസിലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ചർച്ച വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ചോദ്യം ചെൽസിന് മുമ്പിലേക്ക് വെക്കുകയാണ് എല്ലാവരും, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്, ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ എവർട്ടനെതിരെയുള്ള മത്സരം വിജയിച്ചിരുന്നെങ്കിൽ താൽക്കാലികമായിട്ട് ലിവർപൂളിന് മുകളിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ലിവർപൂളിൻ്റെ ഗെയിംസ് ഇൻ ഹാൻഡും കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ താൽക്കാലികമായിട്ട് ടെമ്പറലി ആ ഒരു ടോപ്പ് ഓഫ് ദ ടേബിളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ടീമിന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല. അഗെയിൻ ആ ഒരു എക്സ്പെക്റ്റേഷൻ കുറച്ച് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ ടീമിന് ഡെലിവറി ചെയ്യാൻ സാധിക്കില്ല, മാനേജർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കില്ല. മാനേജർ ഒന്നും പതറിപ്പോയി. ഇനി നമ്മൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ട്, ഇപ്പോൾ പൊച്ചറ്റീനോ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കി സിനാരിയോ ആയിരുന്നു. യങ് ടീമായിരുന്നു, അവരെയൊക്കെ ഒന്ന് മൗൾഡ് ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. ഒരു ടീമാക്കി പ്രവർത്തിപ്പിക്കാൻ അതിന് കുറച്ച് സമയമെടുത്തു, കുറേ കല്ലേറ് വാങ്ങേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ പൊച്ചറ്റീനോയുടെ സമയത്തെ അവസാനത്തെ 18 മത്സരങ്ങളിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് 35 പോയിൻറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് എൻസോ മറസ്കയുടെ ഈ സീസണിൻ്റെ തുടക്കത്തിൽ 18 മത്സരങ്ങളിൽ നിന്ന് 35 പോയിൻറ്റ്സാണ് ചെൽസിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അപ്പോൾ പൊച്ചറ്റീനോയുടെ അവസാനത്തെ 18 ഗെയിംസും എൻസോ മറസ്കയുടെ ആദ്യത്തെ 18 ഗെയിംസും സെയിം പോയിൻറ്റ്സിലാണ് എത്തിച്ചിരിക്കുന്നത് ചെൽസി എന്നുള്ളതാണ്. അതിനിടയിൽ സമ്മറിൽ ചെൽസി
കുറേ സൈനിങ് നടത്തിയിട്ടുണ്ട്, നമുക്കറിയുന്നൊരു കാര്യമാണ് അല്ലേ. പിന്നെ ഇപ്പോൾ സ്ട്രോബെറി ഹോളൊക്കെ എന്തിനാണ് ആ ചെങ്ങാനൊക്കെ സൈൻ ചെയ്യുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ചില ലോൺ ഡിസിഷൻസ്, ഇപ്പോൾ കസഡയെ നിർത്തുന്നു, കസഡയൊക്കെ ലോൺ വിടാൻ നിന്നാണ്, വിൽക്കാൻ വെച്ചതാണ്, പക്ഷേ പുള്ളിക്കാരൻ നിർത്തുന്നു, ഓപ്ഷനായിട്ട് കൊണ്ടുവരാൻ പോലും നോക്കുന്നില്ല അവർ എനർജി ആവശ്യമുള്ള കാര്യത്തിൽ. ഉഗുചുക്കുവിനൊക്കെ സൗത്താംപ്ടണിലേക്ക് ലോണിൽ പറഞ്ഞു വിടുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അവിടെ അവസരം കിട്ടി തുടങ്ങുന്നുണ്ട്. റസൽ മാർട്ടിൻ്റെ കയ്യിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ്രേ സാന്റോസ്. അങ്ങനെ ചെൽസിക്ക് ഇപ്പോൾ ആ മിഡ് ഏരിയയിൽ ഒരു ബോഡി ആവശ്യമുണ്ട്, ഒരു ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുണ്ട്. ഇപ്പോൾ ലാവിയനൊന്നും അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, ഫിസിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇഞ്ചുറി റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ അത്തരത്തിൽ ചില ചോയ്സസും കാര്യങ്ങളും ഒക്കെ ക്വസ്റ്റ്യനബിളായിട്ട് വരികയാണ്. എന്തായാലും സോ ഫാർ നല്ലൊരു പണി എൻസോ മരസ്കയും ഈ ടീമും ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ ഈ ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ വിൻലെസ് ആണ്. ഇപ്സ്വിച്ച് ടൗണിനെതിരെയുള്ള മത്സരം, എവേ മത്സരം ഇത്തിരി ടഫാണ്. അവർ എവേ ഗ്രൗണ്ടിൽ, അതായത് അവരുടെ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ കളിക്കുന്ന സൈഡാണ്. പക്ഷേ അവർ റിലഗേഷൻ ബാറ്റിൽ ഇരിക്കുന്ന ഒരു സൈഡാണ്. അവരുടെ ഓവറോൾ ക്വാളിറ്റി അത്ര മികച്ചൊന്നുമല്ല. ചെൽസി അവിടെ നിന്ന് 3 പോയിന്റ്സ് നേടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് റിയാക്ഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഫുള്ളമിൻ്റെ ഈ മത്സരത്തിലെ XG നോക്കിക്കഴിഞ്ഞാൽ 1.32 വരുന്ന അവരുടെ XG, ചെൽസിയുടേത് 0.82 മാത്രമായിരുന്നു. 14 അറ്റംപ്റ്റുകൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഫുള്ളം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 7 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 26 ടച്ചസ് ചെൽസിയുടെ ബോക്സിൽ ഫുള്ളം നടത്തിയിട്ടുണ്ടായിരുന്നു. ചെൽസിയേക്കാൾ കൂടുതൽ ടച്ചസ് ഉണ്ടായിരുന്നു. ചെൽസിക്ക് 20 ടച്ചസ് മാത്രമേ ഫുള്ളമിൻ്റെ ബോക്സിൽ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 47% ആയിരുന്നു ചെൽസിയുടെ പൊസഷൻ ഉണ്ടായിരുന്നത്. 53% ആണ് ഫുള്ളമിൻ്റെ പൊസഷൻ ഉണ്ടായിരുന്നത്. 12 അറ്റംപ്റ്റിലാണ് ചെൽസി മത്സരത്തിൽ നടത്തിയിരുന്നത്. 8 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. അപ്പോൾ എന്താണ് ചെൽസി ഇപ്പോൾ പൊച്ചറ്റീനോയുടെ ആ ഒരു ശൈലിയിൽ കളിക്കുമ്പോൾ കുറേ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഈ ടീമിലുണ്ടായിരുന്നു, നമുക്കറിയുന്നതാണ്. നമ്മൾ കൂടുതൽ സംസാരിച്ചുള്ള കാര്യം തന്നെയാണ്, വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ചെൽസി ഈ സീസണിലും കൂടുതൽ ത്രൈവ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? ഖെയോസ് ഫുട്ബോൾ കളിക്കുന്ന സാഹചര്യത്തിലാണ്. അതായത് പിന്നെ ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കുകളും അത്തരത്തിൽ പ്രസ് ചെയ്ത് ബോൾ റിക്കവറി നടത്തിക്കൊണ്ട് ടീമുകളെ ഹേർട്ട് ചെയ്യാനാണ് ചെൽസി കൂടുതലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ എന്താണ് പിന്നെ ലോ ബ്ലോക്ക് ടീമുകൾക്കെതിരെയും ചെൽസി ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും അവരെ കാർ ഓപ്പൺ ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഈ സീസണിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫറ്റീഗ് ക്രീപ്പിംഗ് ചെയ്യുമ്പോൾ ചെൽസിക്ക് വേണ്ട വിധത്തിൽ അങ്ങോട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എന്താണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ വരികയാണ്. ഇപ്പോൾ ബ്രെൻഫോർഡിനെതിരെയും അതുപോലെ തന്നെ എവർട്ടനെതിരെയും ഈ മത്സരത്തിലും ഫുള്ളമിനെതിരെയും എന്താണ് ആ ഫറ്റീഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെ തോമസ് ഫ്രാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഷോൺ ഡൈഷ് ആണെങ്കിലും മാർക്കോ സിൽവ ആണെങ്കിലും അത്തരത്തിൽ ടീമുകളെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രില്യൻ കോച്ചുമാരാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ടീമുകൾക്കെതിരെ ഡിഫെൻസീവ്ലി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചറിൽ ഇരിക്കുന്ന ടീമുകൾക്കെതിരെ ചെൽസി വേണ്ട വിധത്തിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. ഇനി അഥവാ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു ചെൽസിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പിന്നെന്താണ് ഈ ക്രോസുകൾ ബോക്സിലേക്ക് കൊടുത്തിട്ട് ബ്രെൻഫോർഡിനെതിരെ കുറേ ക്രോസുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ഹെഡർ ഗോൾ ചെൽസി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിൽ ചില ടീമുകൾക്കെതിരെ ക്രോസുകൾ കൊടുത്തുകൊണ്ട് പിന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെൽസിക്ക് ബോഡീസ് ഇല്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഏരിയൽ എബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഏത് രീതിയിലുള്ള ടാക്ടിക്കൽ സൊല്യൂഷനാണ് എൻസോ മരസ്കാനി മുമ്പോട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് കാണാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുള്ളത്. ട്രാൻസിഷൻ ത്രെട്ട് നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോൾ പാമറിനെ മാൻമാർക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചെൽസിയുടെ ക്രിയേറ്റിവിറ്റി അത് കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫിസിക്കലായിട്ടുള്ള സൈഡുകൾക്കെതിരെ ചെൽസി സ്ട്രഗിൾ ചെയ്യുന്നു. പിന്നെ ഈ ഡിഫെൻസിലുള്ള പ്രശ്നം, അത് സ്ട്രക്ചറൽ പ്രശ്നമുണ്ട് കേട്ടോ. ഡിഫെൻസിലുള്ള സ്ട്രക്ചറൽ പ്രശ്നവും അതുപോലെ തന്നെ പിന്നെ പ്ലേയേഴ്സിൻ്റെ പ്രശ്നവും നമ്മൾ തുടക്കം മുതൽ കാണുന്നതാണ്. പല മത്സരങ്ങളിലും ചെൽസി കൺസീഡ് ചെയ്യാതെ വിചാരിച്ച അത്ര കൺസീഡ് ചെയ്യാതെ രക്ഷപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഡിഫെൻസീവ് പ്രോബ്ലം ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മത്സരങ്ങൾ എന്താണ് ചെൽസിക്ക് ടീമുകളെ ഔട്ട്സ്കോർ ചെയ്യാൻ പറ്റാത്ത മത്സരങ്ങളിൽ അത് മുഴച്ചു നിൽക്കും. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഇനി ഫുള്ളമെതിരെയുള്ള മത്സരത്തിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മാർക്കോ സിൽവയുടെ 3 at the back സിസ്റ്റം ഔട്ട് ഓഫ് പൊസിഷനിൽ അതൊരു 5-4-1 ആകുന്നു. പൊസിഷനിലുള്ള സാഹചര്യത്തിൽ 3 at the backഉം വിങ് ബാക്കുകൾ പിന്നെ മുമ്പോട്ട് ഫ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനും അത് എൻസോ മരസ്കയ്ക്ക് ഒരു സർപ്രൈസ് ആയിപ്പോയി. കാരണം ഫുള്ളമിൻ്റെ 4 at the backന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മത്സരത്തിൻ്റെ ആ ഒരു പിന്നെ സ്ഥിതി കണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻസോ മരസ്കയാണ് കൂടുതലും ഒപ്പോണൻസിനെ പഠിച്ചിട്ട് അതിനുള്ള സമയം കാര്യങ്ങളൊക്കെ അതിന് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ആ രീതിയിൽ ടീമുകളെ സെറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മോശമില്ലാത്ത രീതിയിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ തുടങ്ങാൻ ചെൽസിക്ക് ഈ മത്സരത്തിലും സാധിച്ചിട്ടുണ്ടായിരുന്നു. 16ാമത്തെ മിനിറ്റിൽ കോൾ പാമർ ബ്രില്യൻസ് നമ്മൾ കാണാണ്. അൺബിലീവബിൾ ഗോളാണത്. അത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്, ഒന്നും ചെയ്യാനില്ല അത്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ നിന്ന് പെഡ്രോ നെറ്റോ കോൾവില്ലിലേക്ക് പാസ് കൊടുക്കുന്നു. കോൾ പാമറിന് കൊടുക്കുകയാണ് ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ നിൽക്കുന്ന കോൾ പാമർ. പിന്നെ കോൾ പാമർ മാജിക്, അദ്ദേഹം എന്താ പറയുക, ഷോൾഡർ ഡ്രോപ്പും പരിപാടികളൊക്കെ എടുത്തിട്ട് എന്നിട്ട് അദ്ദേഹം ഉണ്ടല്ലോ പാസ് ചെയ്തു ആ ബോൾ വലയിലേക്ക്. അത്
ഫാന്റാസ്റ്റിക് ഫിനിഷാണ്. ഫിനെസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സാധനം, ബ്യൂട്ടിഫുൾ ഗോൾ. അപ്പോൾ പിന്നെ ബ്രില്യൻസിൽ ചെൽസി ലീഡ് എടുക്കുന്നു. കോൾ പാമർ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് ചില ടച്ചസും കാര്യങ്ങളൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറിപ്പോയി. കുറെ കൂടി കമ്പോസർ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ഫ്ലിക്കും കാര്യങ്ങളൊക്കെ നടത്തി പൊസിഷൻ നഷ്ടപ്പെടുത്തുന്ന കോൾ പാമറിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി ചെൽസിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ കിക്കിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് എൻസോ ഫെർണാണ്ടസ് എടുക്കുന്നു. അതിൽ കുക്കുരയുടെ ഹെഡർ, അത് ഡൈവ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഹെഡർ നല്ലതായിരുന്നു. പക്ഷേ നേരെ ബേൺലെനോ എന്ന് പറയുന്ന കീപ്പറിൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കീപ്പറിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ ഹെഡ് ചെയ്തിരുന്നെങ്കിൽ അത് ഗോളായി പോയേനെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചാൻസും ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ കോൾ പാമറിൻ്റെ മറ്റൊരു സ്റ്റാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 കാലണ്ടർ ഇയറിൽ 26 ഗോളുകൾ കോൾ പാമർ അടിച്ചിട്ടുണ്ട്. അതായത് ഹാലൻഡിൻ്റെ അത്ര തന്നെ ഗോളുകൾ കോൾ പാമറും ഈ ഒരു കാലണ്ടർ ഇയറിൽ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ആ ഗോളിന് ശേഷം ഫുള്ളമാണ് മത്സരത്തിൽ കൺട്രോൾ അസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അവരുടെ ഈ പറഞ്ഞ പോലെ ഫിസിക്കാലിറ്റിയും അവരുടെ റണ്ണിങ്ങും അതിന് മുമ്പിൽ ചെൽസി ഇടങ്ങറാകുന്നു. കാൽവിൻ ബാസിലൊക്കെ ഒരു റൺ ഉണ്ടായിരുന്നു. LCB ആയിട്ട് കളിക്കുന്ന ചങ്ങായി ഡിഫൻസിൽ നിന്ന് ബോൾ എടുത്തതിന് ശേഷം ഈ ചെൽസിയുടെ ഹൃദയഭാഗത്തിലൂടെയുള്ള ഒരു റണ്ണ്, എന്നിട്ട് അത് ചെൽസിയുടെ ബോക്സിലേക്ക് എത്തിയിട്ട് അതിൻ്റെ ഒരു അറ്റംപ്റ്റാണ് കലാശിലായിരുന്നത്. അത് സാഞ്ചസ് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനവിടെ ബെറ്റർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം നിന്നില്ല. കാരണം ഒരു ഡിഫൻഡർ ആണല്ലോ. ബോക്സിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ഗ്ലോറിക്ക് വേണ്ടി ഗോൾ അടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ ഇവരുടെ റണ്ണിങ്, ഇവരുടെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ ചെൽസി ഇടങ്ങറാവുകയാണ്. അത് നമുക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു അവസാന സാഹചര്യം തന്നെ കാണുന്നു. സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ പക്ഷേ ചെൽസി മോശമില്ലാത്ത തുടങ്ങുന്നു, അഗ്രസീവായിട്ട് തുടങ്ങുന്നു. പക്ഷേ പിന്നെ വീണ്ടും ഫുള്ളും തന്നെ കൺട്രോൾ അസേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് സെക്കൻഡ് ഹാഫിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലെ ചെൽസിയുടെ അറ്റംപ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് അറ്റംപ്റ്റുകളേ ഉള്ളൂ. അതിൽ ഒരെണ്ണം എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു ഫാന്റാസ്റ്റിക് സ്ട്രൈക്ക് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ബേൺലെനോ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു. ലെനോയെ സംബന്ധിച്ചോളം ഗ്രേറ്റ് ഗെയിം ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അത് ടോപ്പ് കോർണറിലേക്ക് പോകുന്ന സാധനമായിരുന്നു. കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻസോ ഫെർണാണ്ടസിനാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഷോട്ടുകളൊക്കെ അദ്ദേഹത്തിന് അൺലീഷ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആകാശത്തേക്ക് അടിച്ചു വിടുകയാണ്. ഇത് ടോപ്പ് കോർണറിലേക്ക് പോകുന്ന സാധനമായിരുന്നു. നല്ല രീതിയിൽ ഫിംഗർ ടിപ്പ് സേവ് ബേൺലെനോ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 60 മിനിറ്റിൻ്റെ കാര്യത്തിൽ ടോസിൻ്റെ കുക്കുരയെ കൊടുത്തുള്ള ബോൾ, കുക്കുര പിന്നെ ഫർദർ അപ്പ് ദ പിച്ചാണല്ലോ കൊടുത്തുള്ള ബോൾ, പിന്നെ ഡിയോപ്പ് വിൻ ചെയ്യുന്നു, ജമ്പ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നു. ഡിയോപ്പ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം കേട്ടോ. അങ്ങനെ റൈറ്റ് സൈഡിലെ ട്രയോറയ്ക്ക് കൊടുക്കുകയാണ്, വിങ്ങുകളിൽ ട്രയോറയ്ക്ക് കൊടുക്കുന്നു. ട്രയോറയുടെ ക്രോസ്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ്. അപ്പോൾ ചെൽസിയുടെ റിക്കവറി റണ്ണും കാര്യങ്ങളാണ്. കാരണം ചെൽസി പൊസഷനുള്ള കാര്യത്തിലാണല്ലോ പൊസഷൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. റിക്കവറി റൺ നടത്തുകയാണ്. ആ ഒരു അവസരത്തിലേക്ക് എന്താണ് ഈ റോബിൻസൺ ഓൾറെഡി ബോക്സിലേക്ക് റൺ നടത്തിയിട്ടുണ്ടായിരുന്നു. റോബിൻസൻ്റെ കൺട്രോൾ അത്ര മികച്ചായിരുന്നില്ല. പക്ഷേ അവിടെ സാഞ്ചസിൻ്റെ ആൻറ്റിസിപ്പേഷനും കാര്യങ്ങളും നല്ലതായിരുന്നു. സാഞ്ചസ് അവിടെ സേവ് നടത്തുന്നു. അവിടെ ചെൽസി രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ അവിടെ വാർണിംഗ് ബെല്ലുണ്ട് ചെൽസി സംബന്ധിച്ചിടത്തോളം. അലാം ബെൽസാണ് ആ ഒരു സാഹചര്യത്തിൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നിട്ടും മാറ്റം വരുത്താനോ ടാക്ടിക്കലി എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒന്നും എൻസോ മരസ്ക ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിക്കോ ജാക്സൻ്റെ ഒരു റൺ ആൻഡ് ഷോട്ട് നമ്മൾ കണ്ടു. അത് വളരെ കംഫർട്ടബിളായിട്ട് ലെനോ സേവ് ചെയ്യുന്നതായിരുന്നു. നീക്കോയുടെ ടച്ചും കാര്യങ്ങളും ഒക്കെ ആവറേജ് ആയിരുന്നു. ഹെവി ടച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജാക്സൺ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കപ്പിലേക്ക് അദ്ദേഹം സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ മത്സരങ്ങളിൽ സ്ക്രാപ്പി ഗോൾ സ്ട്രൈക്കറിന് നടന്ന് കിട്ടേണ്ട തരത്തിലുള്ള മത്സരമാണ് ഇതും. എവർട്ടനെതിരെയുള്ള മത്സരം എന്നൊക്കെ പറഞ്ഞാൽ എവർട്ടനെതിരെയുള്ള മത്സരത്തിലും നിക്കോ ജാക്സൺ ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇതിൽ കാര്യമായിട്ട് അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ എന്താണ്, ഇങ്ങനത്തെ മത്സരങ്ങളിലാണ് ഞാൻ പറഞ്ഞ പോലെ ഏരിയൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യപ്പെടുക. ഫുള്ളം നോക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഡോർ നോക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മിനോസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസ്, മാർക്കോ സിൽവയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്പോട്ട് ഓൺ ആയിരുന്നു. എനിയെ കൊണ്ടുവരുന്നു. പെരേരയ്ക്ക് പകരമായിട്ട് പെരേരയ്ക്ക് കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റോഡ്രിഗോ മ്യൂനീസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹിമിനസിന് പകരമായിട്ട് ഹാരി വിൽസനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഡമ ട്രയർക്ക് പകരമായിട്ട്. ഈ വിൽസനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇമ്പോർട്ടൻറ്റ് ഗോൾ കണ്ടെത്താൻ തരത്തിലുള്ള ഒരു നാക്കുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ ഫുള്ളമിന് ഗുണം ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മിനോസ് വന്നതിന് ശേഷം ഒരു ഹെഡഡ് അറ്റംപ്റ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ കോൾവിലിൻ്റെ ക്ലിയറൻസ് പിന്നെ ഫുള്ളമിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. അവിടെ നിന്നുള്ള ക്രോസ് വരുന്നു. അതാണ് മിനോസ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 82ാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് ഈക്വലൈസർ അടിക്കുന്നത്. അഗെയിൻ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ തന്നെയാണ് ഫുള്ളം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗുസ്തോ നെറ്റോ ഇവർ രണ്ടുപേരും കൂടിയിട്ട് റോബിൻസിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സർജ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് സർജ് തടയുന്നു. ആ ഒരു അവസരത്തിൽ എന്താണ്, ഇവോബി ബോൾ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇവോബിയെ തടയാൻ നെറ്റോ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ ഫിസിക്കലി ഇവോബി നെറ്റോ ബീറ്റ് ചെയ്യുന്നു. നെറ്റോ അവിടെ പിന്നെ മുഖം പൊത്തിയിട്ട് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇവോബി റോബിൻസന്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു. റോബിൻസൺ ആ ബൈലൈൻ്റെ അടുത്ത് ക്രോസ് കൊടുക്കുന്നു. ആർക്കാണ് ക്രോസ് കൊടുത്തുള്ളത്? തൻ്റെ ഫെലോ വിങ് ബാക്ക് ആയിട്ടുള്ള കസ്റ്റാനി അപ്പോഴേക്കും ബോക്സിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തെ ട്രാക്ക് ചെയ്തിട്ട് സാൻജോ വന്നിട്ടുണ്ട്. പക്ഷേ സാൻജോ അവിടെ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ കസ്റ്റാന ഹെഡർ അവിടെ വിൻ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹെഡർ ഫാർ പോസ്റ്റിലേക്ക് പോകുന്നു. അത് വിൽസൺ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. പോസ്റ്റ് തട്ടിട്ട് വാലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് അവിടെ ചെൽസിയുടെ ആ ഒരു ഫിസിക്കാലിറ്റിയെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവോബിയുടെ ആ ഒരു റണ്ണ്
നല്ലതായിരുന്നു, റോബിൻസന്റെ റണ്ണ് നല്ലതായിരുന്നു. 2 വിങ് ബാക്കുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഗോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അവിടെ ഡിഫെൻഡിങ് അത്ര നല്ലതല്ല, പൊസിഷനിങ് നല്ലതല്ല ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതൊരു ഡിസേർവിങ് ഈക്വലൈസർ ആയിരുന്നു ഫുള്ളമിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു 1-0 എന്നുള്ള രീതിയിൽ ആ ഒരു റിസൾട്ട് ഗ്രൈൻഡ് ഔട്ട് ചെയ്യാമെന്നായിരിക്കും ചിലപ്പോൾ എൻസോ മരസ്ക വിചാരിച്ചിട്ടുണ്ടാവുക. അത് നടപടിയായില്ല. അദ്ദേഹം വരുത്തിയിട്ടുള്ള ചേഞ്ചിന് യാതൊരു ഇമ്പാക്റ്റും മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ബോൾ പോലും ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല എൻകൂക്കു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഗോളിന് ശേഷം, ഈക്വലൈസർ വന്നതിന് ശേഷം ചെൽസി ഒന്ന് ഉണർന്ന് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണർവ് എവിടെയായിരുന്നു ഇതുവരെ എന്നതായിരുന്നു ചെൽസി ആരാധകരുടെ ആ ഒരു അവസരത്തിലുള്ള ചോദ്യം ഉണ്ടായിരിക്കുക. അങ്ങനെ ആ ഒരു വിന്നിംഗ് ഗോളിനുള്ള ശ്രമം നടത്തുന്നു. നിയർലി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ കുക്കുരയുടെ ഹെഡർ, അത് റീബൗണ്ട് സാൻചോയിലേക്ക് എത്തുന്നു. സാൻചോയുടെ അറ്റംപ്റ്റ് ലെനോ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു. ഈ സാൻചോയുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഷോട്ടുകൾ കാര്യമായിട്ട് അങ്ങോട്ട് അൺലീഷ് ചെയ്യില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ചില സിറ്റുവേഷനിൽ ഗെയിം സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ടേക്ക് ഓൺ നടത്താത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ടീമുകൾക്ക് ഷേപ്പിലേക്ക് വരാനുള്ള അവസരം കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹം നല്ല രീതിയിലല്ല കളിച്ചുള്ളത്. അപ്പോൾ അദ്ദേഹം കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തണം, അതിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു അറ്റംപ്റ്റ് ലെനോ സേവ് ചെയ്യുന്നു, ഫുള്ളം അത് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ചെൽസി ആ വിന്നിംഗ് ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഫുള്ളം വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്, ഡെത്ത് പഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ചെൽസിയുടെ അടുത്താണ് പൊസിഷൻ. എൻസോ ഫെർണാണ്ടസ് ഒരു ഡയഗണൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഹാഫ് ഫൈലിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്. പക്ഷേ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, അത് ബോൾ ഉയർന്നില്ല കാര്യമായിട്ട്. പക്ഷേ സ്റ്റിൽ അത് ചെൽസിയുടെ ഹാഫിലേക്ക് വരുമ്പോൾ സാഞ്ചസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഓടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. സാഞ്ചസ് അത് ക്ലിയർ ചെയ്യണം. സാഞ്ചസ് കുറേ ലോങ് ബോളുകൾ ഈ മത്സരത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എയിംലെസ് ആയിട്ടുള്ള കുറേ ലോങ് ബോളുകളായിരുന്നു ഈ മത്സരത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുള്ളം അത് കംഫർട്ടബിൾ ആയിട്ട് സെക്കൻഡ് ബോളും കാര്യങ്ങളും വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഫസ്റ്റ് ബോൾ തന്നെ ഫുള്ളം വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ്, ഒരു ഡയഗണൽ കൊടുക്കാനുള്ള ശ്രമമാണ് എൻസോ ഫെർണാണ്ടസ് കൊടുക്കാൻ ശ്രമിച്ച അതേ രീതിയിലേക്ക് തന്നെയാണ് സാഞ്ചസും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കസ്റ്റാനിയ വിൻ ചെയ്യുകയാണ്. കസ്റ്റാനിയുടെ ആൻറ്റിസിപ്പേഷൻ നല്ലതാണ്. പക്ഷേ നേരെ കസ്റ്റാനിലേക്കാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ പിന്നെ എന്താണ് റിക്കവറി റൺ അഗെയിൻ ചെൽസിക്ക് റിക്കവറി നടത്തണം. ഈ ട്രാൻസിഷനിൽ ചെൽസിയുടെ ഡിഫെൻഡിങ് പ്രശ്നമാണെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ കസ്റ്റാനിയ വിൽസന് കൊടുക്കുന്നു. വിൽസന്റെ പിന്നെയുള്ള പാസ് ഇത് ഫെന്റാസ്റ്റിക് പാസ്സാണ്. അതായത് ഈ ചെൽസിയുടെ ഡിഫൻസിന് പുറകിലൂടെ കൊടുത്തിട്ടുള്ള ആ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുള്ള പാസ്. എന്നതിന് ശേഷം അവിടെ നിന്ന് ബോക്സിലേക്ക് കട്ട് ബാക്ക് കൊടുക്കുന്നു. കട്ട് ബാക്ക് കൊടുക്കുമ്പോൾ റോഡ്രിഗോ മ്യൂനിസിൻ്റെ ടച്ച് ആൻഡ് ഫിനിഷ് ക്ലാസ് ആണ്. അതാണ് ക്ലിനിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ആ ഡെത്ത് പഞ്ച് നടത്തുന്നു. ചെൽസിയുടെ ട്രാൻസിഷൻ ഡിഫെൻഡിങ് പ്രശ്നമാണ്. മത്സരം വിജയിച്ച് കയറുന്നു. ഫുള്ളം ഡിസേർവിങ് വിക്ടറിയാണ്. അതിനുശേഷം ചെൽസിക്ക് ഒരു ചാൻസ് കിട്ടി. കോൾ പാമറിൻ്റെ ഒരു ഡീപ്പ് ക്രോസ്, ഫാർ പോസ്റ്റിലേക്കുള്ള ക്രോസ്, എൻകൂക്കിൻ്റെ ഒരു അക്രബാറ്റിക് സ്ട്രൈക്ക്, അത് ലെനോ സേവ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതാണ്. അപ്പോൾ ഇവിടെ ആ ബെഞ്ചിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2 ഗോൾ കീപ്പർമാരൊക്കെയാണ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാർക്കോ സിൽവയുടെ ടാക്ടിക്സിന് മുമ്പിൽ എൻസോ മരസ്കയ്ക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചെൽസി സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, സോഫാർ നല്ല രീതിയിലൊരു സ്റ്റാർട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വീക്ക്നെസ്സുകൾ ഇപ്പോഴും മുഴച്ചു തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഒരു എംഫാറ്റിക് സ്റ്റാർട്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് ടോപ്പ് 4 പ്രത്യേകിച്ച് 3rd സ്ഥാനത്തിരിക്കുമ്പോൾ 5th പൊസിഷനുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് നിലവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡിഫിക്കൽട്ട് റൈഡായിരിക്കും സെക്കൻഡ് ഹാഫിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ടീം ഈ സീസണിൻ്റെ തുടക്കത്തിൽ എക്സ്പെക്ടേഷൻ്റെ ഭാരമില്ലാതാണ് കളിക്കുന്നുണ്ടായിരുന്നത്. കാരണം പലരും ചോദിക്കായിരുന്നു എന്താണ് ചെൽസിയിൽ നടക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്താണ് ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ടീമുകൾ വേണ്ട വിധത്തിൽ റെസ്പെക്റ്റ് ചെൽസി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ടീമുകളെ ഔട്ട്സ്കോർ ചെയ്തിട്ട് ചെൽസി മുമ്പോട്ട് പോകുമായിരുന്നു. ഇപ്പം എന്താണ് ടീമുകൾ റെസ്പെക്റ്റ് കൊടുത്തു തുടങ്ങി. അപ്പോൾ കോൾ പാമറിനെയൊക്കെ മാൻമാർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് പല മത്സരങ്ങളും നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഫെസ്റ്റീവ് ഫിക്സ്ചേഴ്സിൽ ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ കളിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. അതായത് ഇനി ശരിക്കുള്ള ടെസ്റ്റ് വരാൻ പോവാണ്. ആ ടെസ്റ്റിൽ എങ്ങനെ ഈ ടീം കോമ്പീറ്റ് ചെയ്യും എന്നുള്ളത് കൂടി കാണേണ്ടതായിട്ടുണ്ട്. എൻസോ മരസ്ക എന്ന് പറയുന്ന മാനേജർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടോപ്പ് ഫ്ലൈറ്റ് സീസണാണ്. അദ്ദേഹം ഇതുവരെ ഈ ഫസ്റ്റ് ഹാഫ് ഓഫ് സീസണിൽ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടുപറയണം. ഒരു ടഫ് റൈഡായിരിക്കും സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ടോപ്പ് 4 അത് മസ്റ്റാണ്. നല്ലൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉണ്ട്. ഇതുവരെ കാര്യങ്ങൾ വളരെ ഓക്കെയാണ്. 3rd ആണ് ഇരിക്കുന്നത്. ഒരു എൻജോയബിൾ ഫസ്റ്റ് ഹാഫ് ഓഫ് സീസൺ ആയിരുന്നു. ടീമിൻ്റെ കളി കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇടക്കും തലക്കും തോൽക്കുമല്ലോ. ഇതിപ്പോൾ 9 പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്ക് ശേഷമുള്ള ഒരു പരാജയമാണ്. അപ്പോൾ എന്തായാലും ഇതൊരു തുടർക്കഥയാക്കാതിരുന്നാൽ മതി. ഇതിൽ നിന്ന് എങ്ങനെ ഈ ടീം റിയാക്ട് ചെയ്യുന്നതാണ് കാണേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഇപ്സ്വിച്ച് ടൗണിനെതിരെയുള്ള മത്സരമാണ്. ഇപ്സ്വിച്ച് എന്താണ് പിന്നെ ഒരു റെലഗേഷൻ ബാറ്റിലിരിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവർക്ക് ക്വാളിറ്റി അത്ര മികച്ച രീതിയിലൊന്നുമില്ല. നല്ല ഒരു കോച്ച്ഡ് സൈഡൊക്കെയാണ്, പക്ഷേ ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ നിന്നും ചെൽസി കുറഞ്ഞൊന്നും ചെൽസി എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു റിയാക്ഷൻ കൂടി അനിവാര്യമായിട്ടുള്ള
ഒരു സമയമാണെന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ എൻസോ മരസ്ക എന്ന് പറയുന്ന മാനേജറെ സംബന്ധിച്ചോളം അദ്ദേഹം ലെസ്റ്റർ സിറ്റിയിൽ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ കളിപ്പിച്ചിട്ടുള്ള ആ രീതിയിലല്ല ഇപ്പോൾ ഈ ടീമിനെ കളിപ്പിക്കുന്നത്. അതായത് JDP പിന്നെ ഭയങ്കരമായിട്ട് പൊസിഷൻ ഓറിയൻറ്റഡ് പരിപാടി ഒന്നുമല്ല. അതായത് ഈ ടീം എങ്ങനെയാണോ ബിൽഡ് ചെയ്തിട്ടുള്ളത് പൊച്ചറ്റീനോയിൽ നിന്നും ആ ബാറ്റൺ പിന്നെ വാങ്ങിയുള്ള കാര്യത്തിൽ ഇവിടെ കെയോസ് ഫുട്ബോളാണെന്ന് അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ട്രാൻസിഷനിൽ ചെൽസി ഭയങ്കരമായിട്ട് റൺ ചെയ്യുന്നു. പക്ഷേ സ്ട്രക്ചറലി കുറെ കൂടി ബെറ്റർ ആയിട്ടാണ് ചെൽസി കളിക്കുന്നുണ്ടായിരുന്നത്. സോ ഫാർ സോ ഗുഡാണ്. അദ്ദേഹം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻ ഗെയിം ചേഞ്ചസും കാര്യങ്ങളൊക്കെ കമൻറ്റബിൾ ആയിരുന്നു. പിന്നെ ഈ ഒരു ചെൽസിയുടെ ഈ ഒരു ബ്രൈറ്റ് സ്റ്റാർട്ടിൽ. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ ഗെയിം ചേഞ്ചസ് അത്ര നന്നായിട്ട് വർക്ക്ഔട്ട് ആകുന്നില്ല. അദ്ദേഹം സബ്ബുകൾ വരുത്താൻ മടി കാണിക്കുന്നു. അപ്പം അങ്ങനെ അതെന്തുകൊണ്ടാണ്? കോംപ്ലസൻ്റ് നേച്ചറാണോ? കൂടുതൽ ട്രസ്റ്റ് അദ്ദേഹത്തിന് ചില പ്ലേയേഴ്സിലുണ്ടോ? അതൊക്കെ ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്ന സംഭവമാണ്. എന്തായാലും അടുത്ത മത്സരത്തിന് ഒരു റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.